GHSS ചട്ടുകപ്പാറയിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ നിങ്ങളൊക്കെ ധരിക്കുന്നുണ്ടാവും, എന്തിനാണ് രക്ഷിതാക്കൾ നമ്മുടെ ഇത്രയധികം കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് ഇത്രയധികം വഴക്ക് പറയുന്നത്, അല്ല അധ്യാപകർ എന്തിനാണ് നമ്മൾ ഇത്രയധികം വഴക്ക് പറയുന്നത്. ചില കുട്ടികൾ അഥവാ ഒരു വഴക്ക് പറഞ്ഞാൽ മറ്റു അക്രമത്തിലേക്കോ അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യാപകർക്കും ഈ രക്ഷിതാക്കൾക്കും ഈ സമൂഹത്തിനും നിങ്ങളോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശാസന അവർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ യാതൊരു തരത്തിലും വഴിതെറ്റാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു ചതിക്കുഴിയിലൊന്നും അകപ്പെടാൻ പാടില്ല എന്നുള്ളൊരു സ്നേഹം കൂടുതൽ കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ നന്നാവാൻ വേണ്ടിയാണ് നമ്മുടെ അധ്യാപകരൊക്കെ ഇങ്ങനെ നമ്മളെ ശാസിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ശാസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കണം. ഞാനൊക്കെ ഇങ്ങനെ ഒരു സ്കൂളിൽ പോയി ഇങ്ങനെ സ്കൂൾ അടക്കുന്ന സമയം നമ്മുടെ കുട്ടികൾ ഇവിടെ ഇല്ലെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു സ്കൂൾ പോയപ്പോൾ അവിടെ കണ്ടത് നമ്മുടെ കുട്ടികൾ പരസ്പരം ചായം വാരി എറിയുന്നത്. അത് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഇല്ലെങ്കിലും പുറത്ത് ചായം പൂശി വാരി എറിയുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പോഴാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത്, നമ്മളും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. സ്കൂൾ അടയ്ക്കുന്ന സമയം നമ്മൾ പോകും. ഇപ്പം എല്ലാവരും പല കുട്ടികളും അട്ടഹസിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളന്ന് കണ്ണീരോടുകൂടിയാണ് വിട പറഞ്ഞിരുന്നത്. എല്ലാ കുട്ടികളും പരസ്പരം മധുരം കൊടുത്ത്, മധുരം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലത്തെ 10 രൂപയുടെ മിൽക്കി ബാറും ചോക്ലേറ്റും എന്നല്ല, ഒരു 50 പൈസയല്ലേ എൻ്റെ നാരങ്ങ മുട്ടായി കൊടുത്ത് അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഒരു ഓട്ടോഗ്രാഫിൽ എന്നെന്നും ഓർമ്മിക്കുവാനുള്ള സ്വപ്നങ്ങൾ എഴുതി തന്നുകൊണ്ട് എല്ലാവരെയും വേർപിരിയുന്ന ഒരവസ്ഥയിൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ കണ്ണീരോടുകൂടി വേർപിരിഞ്ഞൊരു കുട്ടിക്കാലം നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൽ നിന്ന് മാറ്റം വന്നിരിക്കുക. PTA പ്രസിഡന്റ് K. പ്രിയേഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു നല്ല ഇത് നാട് കാത്തുക്കുന്നുണ്ട്. നമ്മുടെ സമീപത്തുള്ള മുഴുവൻ വായനശാലകൾ വാർഷികാഘോഷ പരിപാടി നടത്തുന്നുണ്ട്. അവർ ഈ ഏപ്രിൽ മെയ് മാസം നടത്താനുള്ള പ്രധാന കാരണം സ്കൂൾ വെക്കേഷന് വേണ്ടി കാത്തിരുന്നിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല പരിപാടികൾ ആ വായനശാലകൾക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. അതിന് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. സ്കൂളിൽ നടത്തിയിട്ടുള്ള പാട്ടുകൾ, ഡാൻസ്, അതുപോലെ തന്നെ മറ്റ് പരിപാടികളെല്ലാം നിങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം മികവാക്കി നമുക്ക് ആ വായനശാലകളിലെ പരിപാടികളും നടത്താൻ വേണ്ടി നിങ്ങൾ പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നല്ല ഒരു വെക്കേഷൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക. അപ്പോൾ കളിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയങ്ങളുണ്ടാവും. പ്രിൻസിപ്പാൾ AB ജയരാജൻ, ഹെഡ് മാസ്റ്റർ MC ശശീന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി KP ദീപ്തി, വികസന സമിതി ചെയർമാൻ K. നാണു, രതി കണിയാരത്ത്, P. സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ പ്രദർശനവും അവതരണവും, സ്കിറ്റ്, നാടകപ്പാട്ട്, പ്രസംഗം, കവിതാ അവതരണം എന്നിവയും പഠനോത്സവത്തിന്റെ ഭാഗമായി നടന്നു. AKG Memorial Cooperative Hospital, Kannur.